ശബരിമല സ്വർണ്ണക്കേസിൽ ജയറാം നിരപരാധി. ജയറാമിനെ 3 പ്രാവശ്യം SIT ചോദ്യം ചെയ്തു. കഴമ്പില്ല അതിനകത്ത്. ജയറാമിനെ നമുക്കറിയാം, ശുദ്ധഹൃദയൻ. മലയാള സിനിമയിലെ പത്മരാജൻ്റെ അപരൻ എന്ന സിനിമയിൽ കൂടിയാണ് ജയറാമിനെ നമുക്ക് പരിചയം. ഒരു ദൈവവിശ്വാസിയാണ്. എല്ലാ അമ്പലങ്ങളിലും പോയും എല്ലായിടത്തും പോയി തൊഴും. ശുദ്ധഹൃദയനാണ്. പിന്നെ താളമേളത്തിനൊപ്പം നിൽക്കും. ചെണ്ട അടിയുടെ എക്സ്പെർട്ടാണ്. ആനപ്രേമിയാണ്. മലയാളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കോടീശ്വരനാണ് എന്ന് കരുതുന്നു. ജയറാമിന് പണം ആവശ്യമില്ല. ജയറാം ശബരിമല ഭക്തനാണ്. ശബരിമലയിൽ പോയി അങ്ങനെ പോയ സന്ദർഭത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം. നമുക്കറിയാം, മല കയറുന്നവർക്ക് എല്ലാവർക്കും ശബരിമല ഒരു കോണ്ടാക്റ്റ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും ശരി, അവിടെ ആരായാലും ശരി, അവിടെ ഒരു പരിചയമുള്ള ഒരാളെ എല്ലാവരും അയാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ശബരിമലയിൽ പോയി ദേവനെ തൊഴാൻ പോകുമ്പോൾ പലരും സഹായം കൂടി വേണം. കാർ പാർക്കിങ്ങിനായാലും ശരി, പമ്പയിൽ നിന്ന് കയറുന്ന സമയത്തായാലും ശരി, ശബരിമലയിലെ അയ്യപ്പൻ്റെ മുമ്പിൽ എത്തിയാലും ശരി, പോലീസുകാരുടെ നിന്ന് വളരെയധികം ആൾക്കാരുടെ സഹായം നമുക്ക് വേണം. അതുകൊണ്ട് ജയറാം ശബരിമലയിൽ പോയി ഈ സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടു. അയാളൊരു ഫ്രോഡാണോ അല്ല, അതൊന്നും അന്ന് ആർക്കും വ്യക്തതയില്ല. വളരെയധികം ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പരിചയമുണ്ട്. അവരൊന്നും കുറ്റക്കാരല്ല. നമുക്കങ്ങനെ പറയാനും കഴിയില്ല. ജയറാമിനെ അങ്ങ് വിട്ടേക്കൂ. SIT ജയറാമിൻ്റെ പുറകെ പോകണ്ട. വേണമെങ്കിൽ ഒന്ന് സാക്ഷിയാക്കിക്കൊള്ളൂ. കാരണം ജയറാമിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ജയറാമിനെ ശബരിമലയിലെ അവിടുത്തെ ഏതെങ്കിലും ഒരു ധാരവാല ശില്പമോ അല്ലെങ്കിൽ കട്ടലപ്പടി കട്ടലയുടെ ഏതെങ്കിലും ഭാഗമോ ഏതെങ്കിലുമൊക്കെ വന്ന വലിയ ഭക്തിയോടെ അതിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, വണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് ജയറാമിനെ. ജയറാമിൻ്റെ വീട്ടിലേക്ക് ചില പാളികളൊക്കെ വന്നപ്പം അദ്ദേഹം അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. അദ്ദേഹം ഭക്തനാണ്. ആ ചടങ്ങുകളിലും പൂജയിലൊക്കെ പങ്കെടുത്തു. അതുപോലെ ചെന്നൈയിലെ അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ കട്ടളപ്പടി വന്നപ്പം അവിടെയും പൂജയ്ക്ക് പോയി. കോട്ടയം ഇളംകുളം ക്ഷേത്രത്തിലെ ആ ധാരപാല ശില്പത്തിൻ്റെ പാളി വന്നപ്പം അവിടെയും ജയറാം പോയി ഭക്തിയോടെ ആ പൂജയിൽ പങ്കെടുത്തു. ജയറാമിനെ കുറ്റപ്പെടുത്താനൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജയറാമിന് പണം ആവശ്യമില്ല. ശബരിമലയിലെ സ്വർണ്ണം തട്ടിപ്പ് കേസിനകത്ത് പണം സമ്പാദിച്ച പലരും ഉണ്ട്. പലരും രമ്യഹർമ്മങ്ങളൊക്കെ വെച്ചു, വലിയ വീടുകൾ വെച്ചു, സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയത്. ജയറാമിന് അതിൻ്റെ ആവശ്യമില്ല. ഭക്തിയുടെ നിറമാണ്. അതുകൊണ്ട് ജയറാമിനെ അങ്ങ് വിട്ടുതരെ. നമ്മൾ കണ്ടല്ലോ, പല അമ്പലത്തിലും ജയറാം കൊട്ടിക്കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ഒപ്പം നമ്മൾ അദ്ദേഹം താളം മേളം ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലഞ്ഞിത്തറ മേളത്തിലും പോയി നിന്ന് കൊട്ടിയ ജയറാമിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ജയറാമിനെ പ്രതിയാക്കുന്നത് ശരിയല്ല. അങ്ങനെ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പരിചയമുണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ ഒരിക്കലും പ്രതിയാക്കാനും കഴിയില്ല. അതുകൊണ്ട് SIT അത് കാര്യമായിട്ടൊന്നും ജയറാമിനെ ഒരു കാരണവശാലും അതിനകത്ത് പ്രതിയാക്കരുത്. ജയറാമിനെ അങ്ങ് വിട്ടത്. ആ ശുദ്ധഹൃദയനെ, ആ ആനപ്രേമിയെ, ആ ഇലഞ്ഞിത്തറ മേളം താളത്തിനൊപ്പം താളമടിക്കുന്ന ആളെ, ശബരിമല ഭക്തനെ അങ്ങ് വിട്ടേക്കു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പത്മരാജൻ എൻ്റെ സുഹൃത്തായിരുന്നു. പത്മരാജൻ്റെ ആദ്യത്തെ സിനിമ അതിൽ എന്നോടൊപ്പം അന്ന് അശോകനും ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. പത്മരാജൻ്റെ വീട്ടിൽ വെച്ച് ജയറാമിനെ ഞാൻ കണ്ടു. ജയറാം അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പത്മരാജൻ്റെ അപരൻ എന്ന സിനിമയിൽ കൂടിയാണ് ജയറാം മലയാള സിനിമയിലേക്ക് വന്നത്. അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ജയറാം അഭിനയ നേതാവ് എന്ന രീതിയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും അങ്ങനെയാണ്. ഏതായാലും ജയറാമിനെ 3 പ്രാവശ്യം ചോദ്യം ചെയ്ത് പലരും ജയറാം പ്രതിയാകും എന്നുവരെ പല വാർത്തകളും വന്നു, ചാനലിൽ വന്നു, യൂട്യൂബിലൊക്കെ കണ്ടു. സാധ്യതയുണ്ടോ? ജയറാം എന്താണ് അതിൻ്റെ അകത്ത് ചെയ്തതെന്ന് നമുക്ക് വ്യക്തതയില്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നു. ജയറാമിനെ സാക്ഷിയാക്കാം, കുഴപ്പമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊരു മോട്ടീവ് പണം സാമ്പത്തിക നേട്ടത്തിനൊന്നുമല്ല. അത് ഭക്തിയുടെ നിറവിലാണ് അതിലെല്ലാം പങ്കെടുത്തതും പോയത്. ഇനിയും പോകും, അതിന് തടസ്സമില്ല. അതുകൊണ്ട് ജയറാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം SIT എടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്, ഇല്ല എന്ന് തന്നെയാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അദ്ദേഹം
നിരപരാധിയാണ്, ഭക്തനാണ്, ശബരിമല ഭക്തനാണ്. ഇനിയും ശബരിമലയിൽ പോവും. ശബരിമലയുടെ അദ്ദേഹത്തിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ അവിടെ താണു തൊഴുകി നിൽക്കുന്ന ജയറാമിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ജയറാം സിനിമാ നടനാണ്, ഭക്തനാണ്, സർവാംബങ്ങളിലും പോയി തൊഴുന്ന വ്യക്തിയാണ്. അതിലപ്പുറം ഒന്നും ഇതിനകത്ത് ജയറാമിന് റോളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.